അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൊള്ളിപ്പൊരി എന്ന് പറയും, പൂള, കപ്പ എന്നൊക്കെ പറയും. പല രീതിയിലും പല ആളുകൾ പല നാട്ടിലും പല പേരാണ്. അപ്പോൾ നമ്മുടെ കപ്പ പൊരിച്ചതാണ് കൊള്ളിപ്പൊരി പോലെ. പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഞങ്ങളിവിടെ പൂളപ്പൊരി എന്ന് പറഞ്ഞു കണ്ടാണ് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാറ്. നല്ല രുചികരമായ നല്ല ക്രിസ്പിയായ പൂളപ്പൊരിയാണിത്. പൂളപ്പൊരി എന്ന വട്ടത്തിലുള്ളതിന് ഇത് കൊള്ളിപ്പൊരി തന്നെയാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം, ക്രിസ്പിയായി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയാം. ഈ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഊറ്റി വെക്കണം. വെള്ളം പോയി കിട്ടാനായിട്ട് നമുക്ക് സമയമില്ല എങ്കിൽ ഇങ്ങനെ കഴുകി വെച്ചതിന് ശേഷം ഒരു തുണി കഷ്ണം, കോട്ടൻ്റെ തുണി കഷ്ണം കൊണ്ട് തുടച്ചെടുക്കുക. ഒരു വൃത്തിയുള്ള, നമ്മൾ പറ്റുന്നതിന് ഉപയോഗിക്കാത്ത, വെള്ളത്തിൻ്റെ നനവില്ലാത്ത ഒരു കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക. എന്നാൽ ആ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് പോവണം, എന്നാലുള്ളൂ നമുക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടുക, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളമൊക്കെ, അതില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒന്ന് നമ്മൾ കൊട്ടയിൽ ഊറ്റി വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് ഉണങ്ങിയതിന് ശേഷം ചെയ്താലും മതി കേട്ടോ. കപ്പ നമ്മൾ നേർപകുതിയാക്കി മുറിച്ചതിന് ശേഷം ഒരു പാകത്തെ വലിപ്പമാവാണ്, എന്നാൽ നമുക്ക് എല്ലാം കൊണ്ടും നല്ലത്. എന്നിട്ട് ഇത്രയും കട്ടിയിലാക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നൈസാക്കി കട്ടിയില്ലാതെ ആക്കി ആദ്യം പൊളിച്ചെടുക്കുക. എന്നിട്ട് ഈ രീതിയിൽ ഇത്രയാണ് ഇതിൻ്റെ കട്ടി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അത് നീളത്തിൽ അതും ഇങ്ങനെ കട്ടി, ഒരു ഏകദേശ കട്ടി, നമ്മൾ ഈ ഉരുളങ്ങയൊക്കെ പൊരിക്കുമല്ലോ അതിൻ്റെയൊക്കെ അത്ര ഏകദേശം അത്ര തന്നെ കട്ടി ഉണ്ടാട്ടോ. അതിൻ്റെ കുറച്ച് പകുതിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നല്ല മൂർച്ചയുള്ള കത്തി അല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈ കൊണ്ട് കൊട്ടുന്നത് കേട്ടോ. അല്ലെങ്കിൽ നല്ല മൂർച്ചയുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മൂർച്ച അധികം, എൻ്റെ കൈ മുറിന്ന് എഴുതിയിട്ട് ഞാൻ മൂർച്ച അധികം ഇല്ലാത്ത കത്തിയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാതും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു ഏകദേശം പറ്റ കട്ടിയില്ലാതെ ആവരുത്, എന്നാൽ കട്ടി അധികം കൂടി പോകരുത് ചെയ്യരുത് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഞാൻ ഇതിൻ്റെ കട്ടി കാണിച്ചു തരാം. ഈ രീതിയിൽ കട്ടിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്, എന്നാലുള്ളൂ നമുക്ക് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. അത്യാവശ്യം കട്ടി ഉണ്ടാവും, നല്ല കട്ടി ആവരുത് കേട്ടോ, എന്നാൽ പറ്റ നൈസാകും ചെയ്യരുത്. ഈ കൊള്ളി നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന്, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു കളർ ചേഞ്ചിന് നമ്മൾ ചിപ്സൊക്കെ പൊരിക്കുമ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതല്ലാതെ നമ്മൾ നേരത്തെ തന്നെ ഉപ്പും മുളകൊന്നും കുഴച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുഴഞ്ഞു പോകും. ഇങ്ങനെയാണ് നമുക്ക് ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കുക. മുളക് പൊടി നമ്മൾ പിന്നെ വേണ്ടത് അനുസരിച്ച് എണ്ണയിൽ കോരിയെടുത്തത് ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് കുടഞ്ഞു കൊടുക്കണം, എന്നാലും അതിൽ പിടിക്കുക. അപ്പോൾ ഞാനൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറേശ്ശെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആട്ടിയ വെളിച്ചെണ്ണ ആയതുകൊണ്ട് നല്ലതുപോലെ ചൂടായപ്പോൾ ഒന്ന് ചുമപ്പ് കളറായി വന്നിട്ടുണ്ട്. നല്ലപോലെ ചൂടാവണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒന്നിച്ചിട്ടുകൊണ്ട് ആകെ നിറച്ചാക്കി ഫ്രൈ ചെയ്ത് കുറേശ്ശെ ആകുമ്പോഴുള്ളൂ നമുക്കത് നല്ല മുരിഞ്ഞ് കിട്ടുക. നല്ലുള്ള കുഴച്ചിലൊക്കെ ഒന്ന് പോയി നല്ല ക്രിസ്പിയായി വരുള്ളൂ. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം മുരിഞ്ഞ് വരാനാവുമ്പോൾ ഇതിനൊരു ശബ്ദമുണ്ടാവും, ഒരസണ ചെറിയ, നമ്മൾ ചിപ്സൊക്കെ പൊരിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഒരു കിരികിരി ചെറിയ ശബ്ദം. ആ ശബ്ദം വരുമ്പോൾ നമ്മൾ മഞ്ഞളും ഉപ്പും കലക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് 2-3 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലപോലെ പൊട്ടിപ്പൊരിയും, എണ്ണ നല്ലപോലെ അങ്ങോട്ട് പൊട്ടിപ്പൊരിയും. ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ. ആ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം, തീ കത്തിപ്പിടിക്കും. അപ്പോൾ എന്നിട്ട് ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിന്. മീഡിയം ഫ്ലെയിം എന്തായാലും, ഫുൾ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കരിയിച്ചെടുക്കരുത്. എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് കിടന്നാൽ നല്ലോണം അത് പൊട്ടിപ്പൊരിഞ്ഞ് അത് അതിൻ്റെ പൊരിച്ചിലൊക്കെ കഴിഞ്ഞ് ആ വെള്ളം വറ്റി ആ പിന്നെ പുളപ്പൊരിയിൽ പിടിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് ശരിക്ക് വെള്ളം അതിൽ നിന്ന് വറ്റിയെന്ന് നമുക്ക് പിന്നെ സാധാരണ പൊരിയുന്നത് പോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സൗണ്ട് തന്നെ ആയി വരും. അപ്പോൾ നമ്മളത് കോരിയെടുക്കണം. അത് ആ വെള്ളം വറ്റാതെ കോരിയെടുക്കരുത്. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇങ്ങനെ കോരിയെടുത്ത ഈ കൊള്ളിപ്പൊരിയിൽ അപ്പം ആ കോരിയെടുത്ത ഉടനെ തന്നെ നമ്മൾ മുളക് വിതറി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇതിലെ വെള്ളമൊക്കെ വറ്റി പൊരിച്ചിലൊക്കെ നിന്നിട്ടുണ്ട്. സാധാരണ ഫ്രൈ ചെയ്യുന്ന ശബ്ദമായി വന്നപ്പോൾ നമ്മൾ ഈ പൂളയൊക്കെ കോരിയെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഉപ്പും ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ വെള്ളം ഒഴിച്ചത് കൊണ്ട്, മഞ്ഞളും ഉപ്പും കൂട്ടിയുള്ള വെള്ളം ഒഴിച്ചത് കൊണ്ട് ഇതിൽ ഉപ്പ് രുചി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ മുളക് വേണമെന്നില്ലവർക്ക്, വേണ്ടാത്തവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. മുളക് പൊടി വേണമെന്നില്ലവർക്ക് ഇതിൽ നിന്ന് നമ്മളൊരു പാത്രത്തിലിട്ടതിന് ശേഷം നമ്മൾ വിതറി കൊടുത്ത് നല്ലപോലെ ഒന്ന് കുടഞ്ഞെടുക്കുക. ഏകദേശം നമുക്കിത് കിലികിലി ശബ്ദം വരാൻ തുടങ്ങി കണ്ടോ. ഇതിൻ്റെ ശബ്ദം കണ്ടില്ലേ. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറക്കണം. ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് ഉണ്ടാവും. നമ്മൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒഴിച്ച് കൊടുക്കാം. ആ വെള്ളം ഒഴിക്കുമ്പോഴുള്ള സൗണ്ട് നിങ്ങൾക്ക് കേട്ടല്ലോ. ആ സൗണ്ട് പൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ കപ്പ എല്ലാം കോരിയെടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എന്നാലുള്ള നമുക്ക് നല്ല ക്രിസ്പിയായ ഒരു കപ്പ പൊരി, അതേപോലെ കൊള്ളിപ്പൊരിയൊക്കെ പറയുന്ന അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റേത് കോരിയെടുക്കും. ഇത് എണ്ണയൊന്നും അധികം കുടിക്കില്ല കേട്ടോ. നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ചക്കയൊക്കെ പൊരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ചക്ക പൊരിക്കുമ്പോൾ നമ്മൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ചിപ്സ് പൊരിക്കുമ്പോഴൊക്കെ ഇതേപോലെ ചെയ്താൽ നമുക്ക് നല്ല ക്രിസ്പിയായത് കിട്ടും. ഇനി ഇങ്ങനെ കോരിയെടുത്തതിൽ അപ്പം തന്നെ നമ്മൾ കോരിയെടുത്ത ഉടനെ തന്നെ ഇട്ട് കൊടുക്കണ്ട. എന്നാലാണ് അതിൽ പെട്ടെന്ന് പൊടിക്കുക. കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നായിട്ടല്ല, പെട്ടെന്ന് ആ എണ്ണയുടെ ഇതിൽ ആ കപ്പയിൽ ശരിക്ക് പൊടിക്കും. എന്നിട്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക. നമ്മൾ ആ പാത്രം വെച്ചിട്ട് തന്നെ ശരിക്ക് കുടഞ്ഞാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ആയാലും അതിൽ പൊടിക്കും. എന്നിട്ട് എരിവ് വേണ്ടവർക്ക് കേട്ടോ, എരിവ് വേണ്ടാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഉപ്പ് പിന്നീട് ഇട്ട് കൊടുക്കരുത്. ഉപ്പ് നമ്മൾ ആ വെള്ളം ഒഴിച്ചതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കാതെ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ മുളക് കുടയുന്നത് പോലെ തന്നെ ഉപ്പും കുടഞ്ഞു കൊടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കുടഞ്ഞ് തന്നെ കണ്ടിട്ടില്ലേ, അതുപോലെ ചെയ്താലും മതി. ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്താലും നല്ലതാണ്, ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പിയായ കപ്പ പൊരി, കൊള്ളിപ്പൊരിയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഈ കൊള്ളികളൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് മൊരിയിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്ത ആ പൂളയുടെ ഫ്രൈ ഉണ്ടല്ലോ, ആ കപ്പ പൊരി, കൊള്ളിപ്പൊരി എന്ന് പറയുന്നത് ഞാൻ എല്ലായിടത്തും കൊള്ളിപ്പൊരി എന്നാണ്. അത് കടയിലൊക്കെ ചെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പൂളപ്പൊരി അറിയുമ്പോൾ പരന്നത് അടുത്ത് തരാം. കൊള്ളിപ്പൊരി എന്ന് പറഞ്ഞാലുള്ളൂ കടയിൽ നിന്നൊക്കെ എടുത്തരും. അപ്പോൾ ആ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഷയും പറയാൻ കേട്ടോ. രണ്ട് ഭാഷയും സംസാരിക്കുന്നുണ്ട് എന്ന് പറയരുത്. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ഈ കറിവേപ്പില അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്താൽ അതിന് പ്രത്യേക രുചി തന്നെയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല ക്രിസ്പിയായ നമ്മുടെ കൊള്ളി വറുത്തത് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് സിമ്പിളായി ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനുണ്ടാക്കി ഈ കൊള്ളി വറുത്ത് അടിപൊളി ടേസ്റ്റോടെ വളരെ ക്രിസ്പിയായി സിമ്പിളായി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മക്കൾക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ക്രിസ്പിയായ ഈ കൊള്ളിപ്പൊരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കറുമുറായിട്ട് കഴിക്കാൻ പറ്റും. നല്ല രുചിയുമുണ്ട്. വീട്ടിൽ കപ്പയൊക്കെ കൊണ്ടുവരുമ്പോൾ അതുപോലെ പിന്നെ നമ്മുടെ മക്കൾക്ക് 4 മണിക്കൊക്കെ വേണം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായി ഉണ്ടാക്കി ഇതൊരു പൊട്ടുന്ന കുപ്പിയിലോ പ്ലാസ്റ്റിക് കുപ്പിയിലോ ഇട്ട് വെച്ചാൽ 2 ദിവസം 3 ദിവസമൊക്കെ വെച്ച് നമുക്കെല്ലാം ക്രിസ്പിനെസ്സിൽ തന്നെ കഴിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാം.